വിദേശ രാജ്യത്ത് പോയി നമ്മൾ പഠിച്ച ജോലിയിൽ തുടരാൻ സാധിക്കാത്ത ഒരവസ്ഥ. എത്ര കാലം നിങ്ങൾക്ക് വേറൊരു പ്രൊഫഷൻ? എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ? ഓരോരുത്തർ എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ? ഇതിൽ ജേർണലിസ്റ്റ് എത്ര പേരുണ്ട്? പ്യുവർ പാഷൻ ആയിട്ട് ജേർണലിസം തിരഞ്ഞെടുത്ത് എത്ര പേരുണ്ട്? കുറച്ച് പേര് കൈതാക്കി. വേറെ എന്തോ കാരണം കൊണ്ടൊന്നും കുഴപ്പമില്ല. പ്യുവർ പാഷനിൽ വർക്ക് ചെയ്യുക. ഇയാളുടെ പേരെന്താ? അഷിത, ഹർഷ, അനുശ്രീ. അനുശ്രീ, ഹർഷ പ്യുവർ പാഷനിൽ ജേർണലിസം പഠിക്കുന്നു. നിങ്ങള് ഞാനൊരു കെയർ ഹോമിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാവും? എത്ര കാലം വർക്ക് ചെയ്യാൻ പറ്റും? കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് ഫ്രസ്ട്രേഷൻ വരും. നമുക്ക് ഇഷ്ടപ്പെടാത്ത പ്രൊഫഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നതാണ് ഫ്രസ്ട്രേഷൻ, ഡിപ്രഷൻ. അറ്റ്ലീസ്റ്റ് നമുക്ക് അതിൽ സക്സസ് ആവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. കാരണം നമ്മൾ രക്ഷപ്പെടാനോ എക്സസ് ചെയ്യാനോ വേണ്ടി ഈ വിദേശത്തേക്ക് പോകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്നാ? പോയ തിരിച്ചു വരാൻ പറ്റുമോ? അടുത്ത് തിരിച്ചു വരാൻ പറ്റുമോ? ഇവിടുന്ന് വരെ ഓണം എടുത്തിട്ട് വിട്ടാണെങ്കിൽ വീട്ടുകാർ വന്നു കഴിഞ്ഞാൽ തല്ലി കൊല്ലും. നാട്ടുകാരെ മുഖത്ത് നോക്കാൻ പറ്റും ഇല്ല. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിപ്പോ ഒരു ഫസ്റ്റ് ഇയർ ആണ്. നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ഡ്രീം ഉണ്ടാവും. ഇപ്പൊ ഉള്ള ഡ്രീം ആവില്ല നാളുള്ളത്. ഡ്രീംസ് ഓൾവേസ് ചേഞ്ചസ് ഡിപെൻഡിങ് ഓൺ ദി സർക്കംസ്റ്റൻസസ്. ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ഡ്രീം എന്താ വേണ്ടത്? ഫസ്റ്റ് ഡ്രീം എന്താ വേണ്ടത്? ആർക്കും ഉഷാറില്ല. കൂടുതൽ ഫുഡ് കഴിച്ചോ? എന്നാ ഡ്രീം? കേൾക്കുന്നില്ല. ഓക്കെ, സ്പീഡിൽ തീർന്ന ട്രാക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞാൽ വിടാൻ പ്രിൻസിപ്പൾ പറഞ്ഞിട്ടാണ്, എനിക്ക് അറിയില്ല. എന്താ ഡ്രീം? ഫസ്റ്റ് ഡ്രീം സെറ്റിൽ ആവണം, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഇതിന്റെ ഇടയ്ക്ക് പരമാവധി ഡിസ്ട്രാക്ഷൻസിലേക്ക് പോവാതിരിക്കും. ബിക്കോസ് ദിസ് ഈസ് യുവർ ഫൗണ്ടേഷൻ. ഇത് നിങ്ങൾ 4 കൊല്ലം, ഇപ്പൊ 3 ഇയർ അല്ലല്ലോ നിങ്ങളെല്ലാം ജോയിൻ ചെയ്തിരുന്ന 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിലല്ലേ. സോ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് നൗ ഇപ്പൊ ക്രെഡിറ്റ് സിസ്റ്റം ആയി. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സാധനമാണ്. നമുക്ക് നമ്മൾ പഠിക്കുന്ന ക്വാളിഫിക്കേഷനിൽ വാട്ട് ഈസ് വി ഹാവ് ടു ബി പാഷനേറ്റ്. നമ്മളൊരു പാഷൻ ഇല്ലാതെ എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, പുറത്ത് പോയി രക്ഷപ്പെടണം, അങ്ങനെ ഒരു രക്ഷപ്പെടലില്ല. ദർ ഈസ് നോ ഷോർട്ട് കട്ട് ഇൻ ലൈഫ്. ഇപ്പോ ഇതിൽ കുറെ പേർക്ക് അറിയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എത്ര പേര് കേട്ടിട്ടുണ്ട്? ഹോസ്പിറ്റലിൽ ജർമ്മനി അറിയാമോ? കൈ നോക്കിക്കും. ഞാൻ എന്തായാലും അതിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കില്ല. സീരിയസ്ലി ഐ എം നോട്ട് ഗോയിങ് ടു ആസ്ക് എനി ക്വസ്റ്റ്യൻ. ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാം, കുറച്ച് പേർക്ക് അറിയില്ല. കൈ നോക്കി ആൾക്കാരെ ചോദിച്ചാൽ എന്താ ഹോസ്പിറ്റലിൽ? ബി ഫ്രാങ്ക്, ഐ വിൽ ടെൽ യു. +2 കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു ജർമ്മൻ ലാംഗ്വേജ് B2 എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ B1 ഫുൾ മോഡ്യൂൾ എടുത്താൽ, ജർമ്മനി പോയാൽ ഹോസ്പിറ്റലിലേക്ക് പോയാൽ എന്താ കിട്ടും? ഇന്റേൺഷിപ്പ് കിട്ടും, സ്റ്റൈപ്പൻഡ് കിട്ടും. പക്ഷെ അതെന്താണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നില്ല. ഇറ്റ്സ് നോട്ട് എ ഡിഗ്രി, ഇറ്റ്സ് നോട്ട് എ ഡിപ്ലോമ, ഇറ്റ്സ് ജസ്റ്റ് എ വൊക്കേഷണൽ ട്രെയിനിങ്. അതല്ല അവിടുത്തെ പ്രശ്നം. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലാംഗ്വേജ് എക്സാമിനേഷൻ, ഞാൻ OET ട്രെയിനറാണ്, ഓസ്ട്രിയൻ ട്രെയിനറാണ്, ബെയിലിംഗ് ആൻഡ് നഴ്സസ് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ, ആ ഒരു ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് കൂടുതൽ കൊടുക്കുന്നത്. OET പാസ്സാവാൻ എളുപ്പമാണ്, നമ്മളൊരു ഡിഗ്രി പാസ്സാവുന്ന പോലെ തന്നെ. പക്ഷെ പ്രാക്ടിക്കൽ സ്കിൽസ് അവിടെ വരുമ്പോഴാണ് നമുക്ക് ലിമിറ്റേഷൻസ് വരുന്നത്. Be seriously, right now German embassy is going to stop the visas for Indian students. ഹോസ്പിറ്റലിൽ. കാരണം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുന്നവരെ ഇപ്പൊ പോകുന്നത്, ഇപ്പൊ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാം, നഴ്സിംഗ് ഒക്കെ പഠിക്കാൻ പറ്റും. നഴ്സിംഗിന് പഠിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇവര് C1 വരെ പഠിക്കും. 1 കൊല്ലം വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് ഇവരെവിടെ പോകുന്നത്? ജർമ്മനി പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് ആ പണിയല്ല. നമ്മൾ ഇവിടുന്ന് +2 സർട്ടിഫിക്കറ്റ് കഴിഞ്ഞിട്ട് ഒരു B2 എങ്ങനെയൊക്കെയോ കോഡൊക്കെ വെച്ച് പാസ്സായി ഇവിടുന്ന് ഒരു കൺസൾട്ടൻസിയിലെ കാശൊക്കെ കൊടുത്ത് തപ്പിപ്പിടിച്ച് അവിടെ എത്തും. നിങ്ങളുടെ കൂടെ നിങ്ങൾ അനിയന്മാരിനെയും അനിയത്തിമാരെയും പഠിപ്പിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈവരിക്കുക. അനിയന്മാരിനെയും അനിയത്തിമാരെയും പഠിപ്പിക്കുന്ന എത്ര പേരുണ്ട്? പഠിപ്പിക്കുന്ന എല്ലാ ദിവസവും പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നില്ല, പ്രശ്നം കൊടുത്തിട്ട് നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നില്ല, പറയുന്നത് തലയ്ക്ക് കയറുന്നു. എത്ര ദിവസം പഠിപ്പിക്കാൻ പറ്റും? ദേഷ്യം വരും. ഡെഫിനറ്റ്ലി ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ചെല്ലുന്ന കാൻഡിഡേറ്റ്സിനെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല. സെക്കൻഡറി
പ്രൊഫഷണൽ ഓറിയന്റഡ് സ്കില്ലില്ല. ശരിക്കും വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ കാലഘട്ടത്തിൽ വർക്ക്ഷോപ്പിൽ പണി പഠിക്കാൻ പോകാന്ന് പറയും, കേട്ടിട്ടുള്ളത്. ആശാൻ പഠിപ്പിക്കും, ശിഷ്യൻ ചെയ്യും. ഇത് തന്നെയാണ് വൊക്കേഷണൽ ട്രെയിനിങ്. ദിസ് ഇസ് ആൻ അഡ്വാൻസ്ഡ് ഫോർമാറ്റ് ഓഫ് പ്രാക്ടിക്കൽ ഓറിയന്റഡ് സ്റ്റഡി. അതാണ് ശരിക്കും പറഞ്ഞാൽ ജർമ്മനിയിലെ വൊക്കേഷണൽ ട്രെയിനിങ്. പണി അറിയുന്നവർക്കേ പോയാൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഒരു വളരെ ചെറിയൊരു രത്നം ചുരുക്കം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോയിങ് ബിഹൈൻഡ് ദ പ്രോമിസസ്. ഡോണ്ട് ഗോ ബിഹൈൻഡ് ദ പ്രോമിസസ്. ഇതിൽ എത്ര പേർക്ക് ChatGPT അറിയാം? അറിയാൻ ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാം. ബിക്കോസ് വി യൂസ് ടു ഡു ദാറ്റ്. ബട്ട് ഐ വിൽ ടെൽ യു വെരി ഫ്രാങ്ക്ലി, ChatGPT is a very good platform, but that can kill your brain. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പകരം ChatGPT പണി ഏൽപ്പിച്ചു തുടങ്ങിയാൽ നാളെ നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതിന് പകരം ChatGPT കമ്പനി ജോലി കൊടുക്കും. നമ്മുടെ ബ്രെയിനിന്റെ സെൽഫ് ഡെവലപ്പിംഗ് സ്കില്ലിനെ കിൽ ചെയ്യുന്ന ഒരു സാധനമാണ് AI. എത്ര പേര് സ്വന്തമായിട്ട് ഇമെയിൽ റൈറ്റ് ചെയ്യാറുണ്ട്? ഗുഡ്. സീരിയസ്ലി സ്പീക്കിംഗ്, ഞാനൊരു കണ്ടന്റ് റൈറ്റർ. പക്ഷെ ഞാൻ കണ്ടന്റ് റൈറ്റ് ചെയ്തിട്ട് അറൌണ്ട് 6 to 8 months. Because I am not going to spend any more time on content writing, but instead of I am using ChatGPT. ഇപ്പൊ എന്റെ അടുത്ത് കണ്ടന്റ് റൈറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല, ഞാൻ എനിക്ക് മടിയായി. കണ്ടന്റ് റൈറ്റിംഗ് ChatGPT ഉണ്ട് എന്നുള്ള ഡിപെൻഡൻസി. ഒരു ദിവസം ChatGPT സെർവർ നമ്മളെ മുതലാളി എന്റെ അടുത്ത് കമ്പനിയിൽ പോകത്തില്ല. സീരിയസ്ലി, ഡോണ്ട് ഡിപെൻഡ് ഓൺ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ടു മച്ച്. യൂസ് ഇറ്റ് വൈസ്ലി. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ മാത്രം ടെക്നോളജിനെ യൂസ് ചെയ്യുക. Because your brain is in a period of growing. Don't spoil it. നിങ്ങൾ ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നരുത്, ഞാൻ എല്ലാവരെയും കൂടെ ചേർത്ത് പറയുകയല്ല. ഈ ലോകം എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു സാധനമാണ്. പക്ഷെ പലപ്പോഴും നമുക്കതിനെ നേരെ നോക്കി കാണാൻ പറ്റാതെ ഒരു ചെറിയ സ്ക്രീനിലൂടെ നോക്കി കാണുന്ന ഒരു അവസ്ഥയുണ്ട്. Is everything in Instagram, Facebook, social media is true? എത്ര ശതമാനം ട്രൂത്ത് ഇൻഫോർമേഷൻസ് നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്നുണ്ട്? എത്ര ശതമാനം ഉണ്ടോ? 100 റീല് കണ്ടു കഴിഞ്ഞാൽ എത്ര, ഐ മീൻ നോട്ട് ജസ്റ്റ് റീൽസ്, പ്രൊമോഷൻ ഇൻഫോർമേറ്റീവ് റീൽസിൽ എത്ര ശതമാനം റീൽസിൽ ജെന്യൂൻ ഇൻഫോർമേഷൻ ഉണ്ടാവും? എത്ര ശതമാനം ഉണ്ടാവും? നമുക്ക് തന്നെ അറിയാം. അവസാനം പിന്നെ പേപ്പറിൽ വരും, ആ ന്യൂസ് ഇതല്ല ഇതായിരുന്നു. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നത് നിങ്ങളെ എന്താ പറയുന്നത്, കൺവിൻസ് ചെയ്യാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ്. വൈ? ബിക്കോസ് ദ ഫീൽഡ് ഓഫ് ബിസിനസ് ഈസ് കോമ്പറ്റീറ്റീവ്. പഠിച്ചിറങ്ങുന്നവർക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള പോലെ തന്നെ ഒരു സംരംഭകനെ ബിസിനസ് കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സോ ഫസ്റ്റ് തിങ്, ഏതൊരു ഡിസിഷൻ എടുക്കുന്നതിനേക്കാളും മുന്നേ, എസ്പെഷ്യലി വിദേശ രാജ്യത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുന്നേ ആ രാജ്യം എന്താണ്, ആ രാജ്യത്തിലുള്ള ജോലി സാധ്യതകൾ എന്താണ്, അവിടുത്തെ കൾച്ചർ എന്താണ്, ലാംഗ്വേജ് എന്താണ്, നിങ്ങൾ പഠിക്കാൻ പോയി പാർട്ട് ടൈം ജോബ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു പ്രോപ്പർ ഗ്രൗണ്ട് റിസർച്ച് ചെയ്യാതെ എന്ത് ചെയ്യരുത്, ഒരിക്കലും അങ്ങനെ ഒരു ഡിസിഷനിൽ കൺക്ലൂഡ് ചെയ്യരുത്. ദെൻ സെക്കൻഡറി, ഓരോ രാജ്യത്തിനും ഓരോ നേച്ചർ ഉണ്ട്. കേരളത്തിലെ എത്രത്തോളം പ്രൊഡക്റ്റിംഗ് കമ്പനികളുണ്ട്? പ്രൊഡക്ഷനുള്ള കമ്പനികൾ എത്രത്തോളം കേരളത്തില്? വളരെ ചുരുക്കമാണ്. വിനോദം ബാക്ക് ബിഫോർ ഒരു 2-3 years ടിക്ടക്സ് മൂവ് ചെയ്ത് പോയാലും നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ പ്രൊഡക്ഷൻ കുറവാണ്. അതേസമയം ഞാൻ ഇവിടെ വന്ന ഒരു മാനുഫാക്ചറിംഗിന്റെ വലിയൊരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തെങ്കിലും സക്സസ് ആവത്തില്ല. എന്നാൽ അതേസമയം ഞാൻ തമിഴ്നാട്ടിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ സക്സസ് ആവും. ബിക്കോസ് ഓരോ സ്റ്റേറ്റിനും ഓരോ നേച്ചർ ഉണ്ട്. പറവൂര് ആൾക്കാരുടെ കൾച്ചർ അല്ല ട്രിവാൻഡ്രം. പറവൂര് ആൾക്കാർ കൂടുതൽ കഴിയുന്ന ഭക്ഷണം വെജ് ഓർ നോൺ വെജ് അങ്ങനെയൊന്നുമില്ല, എല്ലാം കഴിക്കില്ലേ. ഓക്കെ, അപ്പോ ഈ ട്രെൻഡ് ആയിരിക്കില്ല കൈകെട്ട് പോയാൽ നമുക്ക് തന്നെ അറിയാം. ഇതേപോലെ ഓരോ രാജ്യത്തിനും നിങ്ങൾ പോകുന്ന ലൊക്കേഷനും എല്ലാം ഓരോരോ മാറ്റങ്ങളുണ്ട്. ഈ ലോകത്ത് എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുമോ? ഗൂഗിൾ വെച്ച് എല്ലാ സർവീസും നമുക്ക് ഫ്രീ ആയിട്ടല്ല തരുന്നത്. എങ്ങനെയാ അവർക്ക് പൈസ തരുന്നത്? ആർക്കെങ്കിലും അറിയാമോ ഗൂഗിളിൽ എങ്ങനെ പൈസ തരുന്നത്? ഗൂഗിൾ എന്തെങ്കിലും സാധനത്തിന് നിങ്ങളുടെ അടുത്ത് പൈസ മേടിക്കുന്നുണ്ടോ? സെർച്ച് ഫ്രീ ആണ്, മെയിൽ ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ്, ഇൻസ്റ്റാഗ്രാമും ഫ്രീ ആണ്. പക്ഷെ ഈ ഫ്രീ ആയിട്ട് തരുമ്പോൾ അപ്പുറത്ത് നമ്മളൊരു സാധനം അവർ മേടിക്കുന്നുണ്ട്, ഇൻഫോർമേഷൻ. ഈ ലോകത്ത് ഷോർട്ട് കട്ട് ഇല്ല, നത്തിങ് ഈസ് ഫ്രീ, എവറിത്തിങ് ഈസ് പെയ്ഡ്. സോ
ഓൾവേസ് തിങ്ക് യുവർ ഫ്യൂച്ചർ ഫ്രം യുവേഴ്സ് പെർസ്പെക്റ്റീവ്. ഒരിക്കലും നിങ്ങളുടെ ഫ്യൂച്ചർ ഒരു കൗൺസിലറുടെ കയ്യിലോ ഒരു ഇൻസ്റ്റാഗ്രാം റീലിന്റെ കയ്യിലോ കൊണ്ട് കൊടുക്കരുത്. പോകുന്ന കൺട്രി നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ യു ഹാവ് ടു സസ്റ്റെയിൻ. ആരെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്? അറ്റ്ലീസ്റ്റ് ഒരു ദുബായ് വിസിറ്റിംഗിലേക്ക് പോയാലുണ്ടോ? ആരും പോയിട്ടില്ല? ദുബായിൽ ചൂടാന്ന് പറയും. എത്ര പേർക്ക് അറിയാം ആ ചൂടിന്റെ ഡെപ്ത്? പോയിട്ടുണ്ട് ദുബായ്? എവിടെ പോയേക്കുന്നത്? പോയിട്ടില്ല. ദുബായിൽ ചൂടാന്ന് പറയും. ഇതിൽ ആരുടെയൊക്കെ ഫാദർ മദർ കസിൻസ് യു എയിലുണ്ട്? അവർ പറയും ചൂടാണ്. പക്ഷെ നമുക്ക് ആ ചൂടിന്റെ ചൂട് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ പോകണം. ഇറ്റ്സ് ഹാർഡ്ലി വേണ്ട. രാത്രിയാണെങ്കിൽ നമുക്ക് സ്വെറ്റ്, പകലാണെങ്കിൽ വെയിൽ. ഇത് രണ്ടും നമുക്ക് പറ്റാത്ത കാര്യമാണ്. അപ്പൊ ഓരോ രാജ്യത്തിനും അതിൻ്റെതായ പൾസ് ഉണ്ട്. ഇതറിയാതെ സീരിയസ്ലി ഞാൻ വളരെ സങ്കടത്തോടുകൂടെ കേട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ പരിചയമുള്ള ഒരു കുട്ടി ഇവിടുന്ന് പോയി ബിടെക്കില് എനിക്ക് പേഴ്സണലി അറിയാവുന്ന കാൻഡിഡേറ്റിനെ ഞാൻ സെഷൻസ് എടുത്തിട്ടുള്ളത്. നല്ല കാലിബറുള്ള കാൻഡിഡേറ്റ്, മാസ്റ്റേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് ചെയ്തു. അവസാനം UK-ല് ഇപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നത് അറിയാമോ? ഒരു ക്യാഷ് ഓഫർ. അവൻ ഇവിടെ നമ്മുടെ നാട്ടിൽ നിൽക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇൻഫോബാക്കിൽ നല്ലൊരു കമ്പനിയിൽ നല്ലൊരു പോസ്റ്റിൽ ജോലി കിട്ടി. ഒരു ഓൺസൈറ്റ് പ്രോജക്റ്റ് എടുത്ത് വല്ല UK-ലോ USA-ലോ പോകേണ്ട ആളാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി ഡിഡ് റോങ് ചോയ്സ്. അതിന്റെ UK-ലെ എഞ്ചിനീയേഴ്സിന്റെ ആവശ്യമില്ല. ഒരു എവറേജ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ UK-ൽ എത്ര ശമ്പളം ഉണ്ടാവും? എനിക്ക് 15,000 pounds in a month എന്ന് പറഞ്ഞാൽ 15 ലക്ഷം ഒരു മാസം. ഇത്രയും കാശ് കൊടുത്ത എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ എടുക്കും.